ഇറാനുമായുള്ള വെടിനിർത്തൽ നീക്കങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുഎസ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തം എന്നതായിരുന്നു ട്രംപിന്റെ കടുത്ത പ്രതികരണമായി തന്നെ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. ഇറാൻ നൽകിയ മറുപടി ട്രംപ് തൽക്ഷണം തന്നെ തള്ളിയതോടുകൂടി 10 ആഴ്ചയായി തന്നെ തുടരുന്ന സംഘർഷം കൂടുതൽ നീളാനിടയുണ്ട് എന്ന ആശങ്ക ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെയും ആഗോള ഇന്ധന വിപണിയെയും തന്നെ ഇത് വലിയ രീതിയിൽ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് പോലും ഇവിടെ ഉയരുകയാണ്. ഇറാന്റെ പ്രതികരണം പൂർണ്ണമായി തന്നെ വായിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല എന്നും നിലവിലെ വെടിനിർത്തൽ കരാർ അതീവ ഗുരുതരാവസ്ഥയിലേക്കാണ് എന്നതാണ് ഇപ്പോൾ ട്രംപ് മാധ്യമങ്ങളോടായി തന്നെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇറാന്റെ പക്കൽ ആണവായുധം ഇല്ലെന്ന ആ ഒരു വാദം പോലും അവിടെ ട്രംപ് ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചർച്ചകൾ പുനരാരംഭിക്കാൻ അമേരിക്ക നിർദ്ദേശം നൽകിയതിന് ദിവസങ്ങൾക്കിപ്പുറമാണ് ഇറാൻ ഇത്തരമൊരു മറുപടി സമർപ്പിച്ചിരിക്കുന്നത്. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും യുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യം. മിഡിൽ ഈസ്റ്റ് സംഘർഷ സാധ്യത വീണ്ടും രൂക്ഷമാകുന്നതിനിടെ തന്നെ ലോകരാജ്യങ്ങൾ സ്ഥിതിഗതികൾ അതീവ ജാഗ്രതയോടുകൂടി തന്നെ നിരീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ യുദ്ധ നഷ്ടപരിഹാരം നൽകുക, ഹോർമൂസ് കടലിടുക്കിലെ തങ്ങളുടെ പരമാധികാരം അംഗീകരിക്കുക, യുഎസ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധവും ആ ഉപരോധങ്ങളും നീക്കുക എന്നതെല്ലാം തന്നെ, മാത്രമല്ല ഇറാൻ എണ്ണ വിൽപ്പനയ്ക്കുള്ള വിലക്ക് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ പോലും ഇവിടെ ഇറാൻ മുന്നോട്ട് വെച്ചതായിട്ടാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. ഇറാൻ തങ്ങളുടെ പക്കലുള്ള യുറേനിയ ശേഖരം യുഎസിന് നൽകാൻ തയ്യാറാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് ആകട്ടെ അത് വീണ്ടെടുക്കാൻ ചൈനയ്ക്കും അമേരിക്കയ്ക്കും മാത്രമേ ശേഷിയുള്ളൂ എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മേഖലയിലെ സംഘർഷങ്ങളും ഉപരോധങ്ങളും അതിന് അന്ത്യം കുറിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച 14 നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാൻ ഈ നിർദ്ദേശങ്ങൾക്ക് മറുപടി നൽകി രംഗത്ത് വന്നിരുന്നു. ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഇർന ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ തങ്ങളുടെ നിലപാട് വാഷിംഗ്ടണിനെ അറിയിച്ചതെന്നും ഇറാന്റെ മറുപടി ലഭിച്ചെന്നും അമേരിക്കയ്ക്ക് കൈമാറിയതായും പാകിസ്ഥാൻ ഇവിടെ സ്ഥിരീകരണം അറിയിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെയും ഗൾഫ് മേഖലയിലെയും നാവിക സുരക്ഷ ഉറപ്പാക്കുന്നതിനാലാണ് ഇറാന്റെ മറുപടി പ്രധാനമായും തന്നെ ഇവിടെ എടുത്തു പറയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമാധാന ചർച്ചകളുടെ ആദ്യഘട്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനാലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മറുപടിയിലെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എന്നും വ്യക്തമാവുന്നു. അടുത്തിടെ തന്നെ 14 നിർദ്ദേശങ്ങൾ വാഷിംഗ്ടൺ ഇറാന് കൈമാറുകയും ചെയ്തിരുന്നു. ആണവായുധം വികസിപ്പിക്കാതിരിക്കുക, കുറഞ്ഞത് 12 വർഷത്തേക്കെങ്കിൽ പോലും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവിടെ നിർത്തലാക്കുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ കൈമാറുക തുടങ്ങിയവയായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായി തന്നെ പറയുന്നത്. ഇതിന് പകരമായി തന്നെ ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി തന്നെ നീക്കം ചെയ്യുവാനും മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ അവിടെ വിട്ടു നൽകുവാനും അമേരിക്ക തയ്യാറാകണമെന്നും ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കുന്നതും കരാറിന്റെ ഭാഗമായി തന്നെ പറയുന്നുണ്ട്. അതേസമയം അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഇറാൻ സേന ഇവിടെ വലിയ രീതിയിൽ അനുമതി നൽകിയതായി തന്നെ, അതായത് പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി ആകട്ടെ ഇതിന് അനുമതി നൽകിയതായി തന്നെ വ്യക്തമാക്കുന്നു. ഇറാൻ സൈനിക കമാൻഡർ അലി അബ്ദുല്ലാഹി ആകട്ടെ മുജ്തബ ഖൊമേനിയുമായി തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ അനുമതി നൽകിയതായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRIB ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മാർച്ചിൽ അധികാരമേറ്റ ശേഷം മുജ്തബ ഖൊമേനി ആകട്ടെ അവിടെ സൈനിക നേതൃത്വമായി നടത്തുന്ന പ്രധാന കൂടിക്കാഴ്ചകളിൽ ഒന്നായി തന്നെ ഇത് മാറുന്നതായും വിലയിരുത്തപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.